ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ അബുദാബിയിൽ പോയപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടു. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ റീലിൽ നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ എന്ത് എഴുതുന്നതെന്ന് അറിയില്ല നിങ്ങൾ ആലോചിക്കുന്നത്. ഡിസംബർ ടൈമിൽ അവിടെ നടക്കുന്ന ഒരു ക്രിസ്മസ് ഫെസ്റ്റിൻ്റെ സമയത്തായിരുന്നു ഞാൻ പോയത്. അപ്പം അവിടെ സാന്റാ ക്ലോസിന് വേണ്ടിയിട്ട് നമ്മളൊരു ലെറ്റർ എഴുതുക. നമ്മുടെ വിഷസ് എല്ലാം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ആ ഒരു ലെറ്റർ അവർ നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ലെറ്ററിൻ്റെ അകത്ത് നമ്മൾ ഇതെല്ലാം എഴുതിയിട്ട് അവിടെ ഒരു വലിയ ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ബോക്സിൽ നമുക്ക് എഴുതി അതിൻ്റെ അകത്ത് ഇടാം. അപ്പം അവർ പറയുന്നത് അതിൽ ഒരു ലെറ്റർ അവർ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരാളുടെ വിഷ് അവർ നടത്തി തരും എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു പ്രോഗ്രാമിന് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ കുറച്ച് ലെറ്റേഴ്സും എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വൈറ്റ് ബോക്സിൻ്റെ അകത്താണ് കുറേ ലെറ്റേഴ്സ് വെച്ചിരുന്നത്. അതിൻ്റെ അകത്ത് കുറേ നല്ല കളർഫുൾ ആയിട്ടുള്ള സ്കെച്ച് പെൻസ് അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമുക്കത് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് വരച്ച് നമുക്കത് എഴുതി വെക്കാമായിരുന്നു. ആക്ച്വലി അന്ന് ഞാൻ അബുദാബിയിൽ പോയിരുന്നത് ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും ഫസ്റ്റ് വിഷ് എന്ന് വെച്ചാൽ എക്സാം പാസ്സാവണം എന്നായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ഹീസു ബേബി വരണം എന്നുള്ളത് എൻ്റെ സെക്കൻഡ് വിഷായിരുന്നു. അങ്ങനെ ഞാൻ ആ 2 വിഷ് എഴുതിയിട്ടാണ് അവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പം എൻ്റെ ഏറ്റവും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഫുൾ കുഞ്ഞു പിള്ളേരായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് അവിടെ എഴുതിയിടാൻ തോന്നി, ഞാൻ എഴുതിയിട്ടു. അങ്ങനെ ഞാൻ ലെറ്റർ ടു സാന്റ എഴുതി അതിൻ്റെ അകത്ത് കുറേ എൻ്റേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ വിഷസും കൂടെ എഴുതിയിട്ട് ഞാൻ അവിടെ ഒരു ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ നിന്നിട്ട് വേണം നമ്മൾ ഈ സംഭവം പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം എഴുതിയതിന് ശേഷം ഞാൻ നേരെ ക്യൂവിൽ പോയി നിൽക്കാനായിട്ട് പോയി. എഴുതി തീർക്കാമെന്ന് വിചാരിക്കും തോറും ഓരോരോ പുതിയ ഡ്രീം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ അതെല്ലാം വലിച്ചു വാരി എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫൈസ് പറഞ്ഞു മതി ഇത്രയൊക്കെ മതി, വല്ലതും നടന്നാലല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിർത്തി. ലാസ്റ്റ് ഞാനൊരു സ്മൈലിയും വരച്ചിട്ട് ഞാൻ നേരെ കൊണ്ട് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പം ഇത് ഒട്ടിക്കാനായിട്ട് അവരൊരു സ്റ്റിക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കറാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ആ സ്റ്റിക്കറിൽ പോലും നമുക്ക് സെലക്ട് ചെയ്യാം. എല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എന്നിട്ടും എൻ്റെ ആഗ്രഹം സഹിക്കാൻ വയ്യാതെ ഞാനിങ്ങനെ എൻ്റെ വിഷസ് എഴുതിക്കൊണ്ടേയിരുന്നു. നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ ഒരുപാട് ഡ്രീംസും വിഷസും ഒക്കെ. അങ്ങനെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നതിന് ഫൈസ് നല്ല രീതിയിൽ എന്നെ അവിടെ കളിയാക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ നേരെ ലെറ്ററൊക്കെ എഴുതി തീർത്തിട്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടെ പല ഡിസൈൻ സ്റ്റിക്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റിക്കറിൽ പോലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പല ഡിസൈൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ആ മൊത്തം പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത മെമ്പേഴ്സിൻ്റെ കോസ്റ്റ്യൂം അന്നത്തെ. അപ്പോൾ ഇവരുടെ കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് അവരായിരിക്കും നമുക്ക് സ്കെച്ചും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അവരെനിക്ക് സ്റ്റിക്കർ തന്നു. എന്നിട്ട് ഞാൻ നേരെ ക്യൂവിലോട്ട് പോവാണ്. നിങ്ങൾക്ക് കാണാമല്ലോ ഈ ക്യൂവിൽ ഫുള്ള് കുഞ്ഞു പിള്ളേരാണ്. എന്നെപ്പോലെ 1-2 പേര് മാത്രമേ വലിയ ആൾക്കാരുള്ളൂ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഇഷ്ടം നമ്മുടെ സന്തോഷം. അങ്ങനെ ഞാൻ നേരെ ഒരു ക്യൂവിൽ നിന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊച്ച് കയറി വീണ്ടും അതിട്ടു. അപ്പോൾ നോക്കിയപ്പോൾ അത് മലയാളിയാണെന്ന് തോന്നുന്നു. അല്ല, അവിടുത്തെ അറബി കൊച്ച് തന്നെയാണ്. എന്നിട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ ലെറ്റർ ബോക്സിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നടക്കും എന്ന് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാനതൊക്കെ ചെയ്തു. നേരെ നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ സാന്റാക്ലോസിൻ്റെ വൈഫിനായി കാണുന്നത്. അപ്പോൾ നേരെ കണ്ടോണ്ട് ഞങ്ങൾ ഓടിപ്പോയി. ഇതിനെന്താണ് ഇംഗ്ലീഷ് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. നേരെ കണ്ടോ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഹായ് ഒക്കെ കൊടുത്തു. അപ്പോൾ ഇവരുടെ ടൈം കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ മെയിൻലി അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് സാന്റാക്ലോസിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സാന്റാക്ലോസ് എവിടെയാണെന്നുള്ളത് സ്റ്റേഷൻ തപ്പി തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ കറങ്ങി നടന്നു. അവസാനം ഞങ്ങൾ ആ സ്പോട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. ഇതാണ് അവർ സാന്റാക്ലോസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചൊരു വീട് പോലെ ഒരു ഡെക്കറേഷനാണ് അവർ ചെയ്തത്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ സ്നോയും കുറേ ഡിയറും ഒക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരു വലിയ ക്യൂ നിന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ അവിടെ സാന്റക്ലോസിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ അതും ക്യൂ നിന്ന് തന്നെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങളുടെ ചാൻസ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഒരു കപ്പിൾസ് ആയിരുന്നു വന്നിരുന്നത്. ആ കപ്പിൾസിന് ഒരു ബേബി ഉണ്ടായിരുന്നു. ബേബീനെയും അവർ സാന്റക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ സാന്റക്ലോസിൻ്റെ അടുത്തോട്ട് ചെന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം സാൻഡയുടെ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൗസായിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ ക്രിസ്മസ് കുറേ ഡെക്കറേഷൻസ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് പേരൊക്കെ എഴുതാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ പേരൊരു ഫൈസീൻ്റെ ഒരു ഡെക്കറേഷനായിരുന്നു. ഫൈസി ഒരു ഹാർട്ടൊക്കെ വരച്ചിട്ടാണ് ഞങ്ങളുടെ ഫാമിലി എന്നൊക്കെ എഴുതി വെച്ചത്. എന്തുവാ വരച്ചതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല ആക്ച്വലി. ഇപ്പോൾ NF എന്ന് എഴുതിയിട്ടുണ്ട്. നബീല ഫൈസലിൻ്റെ NFും ഫാമിലിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീണ്ടും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് സാൻഡേ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് നേരെ അവിടുന്ന് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി.